ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം സകല രോഗങ്ങളിൽ നിന്നും രോഗകാരണങ്ങളിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിന് പരിപൂർണ സൗഖ്യവും വിടുതലും ലഭിക്കുന്നതിനു വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തവും തിരുജലവും കൊണ്ട് നമ്മുടെ ശരീരം കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗികളായി ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥന അവരുമായി ഷെയർ ചെയ്യുക. നമുക്കറിയാവുന്ന രോഗികളായ മറ്റെല്ലാവരിലേക്കും ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ രോഗികളായ ഓരോരുത്തരെയും ഇപ്പോൾ സ്പർശിക്കുന്നു. അവരുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ എടുത്തു മാറ്റുന്നു. എല്ലാ പൈശാചിക പീഡകളുടെയും കാരണങ്ങളായ എല്ലാ വേദനിക്കുന്ന രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിലെ ഓരോ തിരുമുറിവുകളിൽ കൂടിയും ഒഴുകിയ തിരുരക്തത്താൽ എല്ലാ രോഗികളും, പ്രത്യേകിച്ച് ചർമ്മരോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ രോഗികൾക്കും പരിപൂർണ സൗഖ്യവും വിടുതലും ലഭിക്കുവാൻ ഇന്ന് ഈ പ്രഭാത പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ഈ പ്രാർത്ഥനയിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നടത്തും. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, കേൾക്കുന്ന, ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ് ഇത്. ഈ പ്രാർത്ഥന ആവർത്തിച്ച് കുറഞ്ഞത് ഒരു 2-3 തവണയെങ്കിലും ആവർത്തിച്ച് കേൾക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭവനത്തിൽ, കുടുംബത്തിൽ ആരെങ്കിലും രോഗികളായുണ്ടെങ്കിൽ അവർക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥന നിങ്ങൾ ഓണാക്കി വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് അതിടയാക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 56 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു. ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. ദിവസം മുഴുവനും എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു. അനേകർ എന്നോട് ഗർവ്വോടെ യുദ്ധം ചെയ്യുന്നു. ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യന് എന്നോടെന്ത് ചെയ്യാൻ കഴിയും? ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു. അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാം എന്നാണ്. അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു. അവർ എൻ്റെ പ്രാണനു വേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു. അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ. ദൈവമേ, ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവം എൻ്റെ പക്ഷത്ത് ആണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവമേ, അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലിയർപ്പിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കരുണ തോന്നി ഞങ്ങളിൽ രോഗികളായ ഓരോരുത്തരെയും നീ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ,
അങ്ങ് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അങ്ങയെ പ്രകീർത്തിക്കുവാൻ, അങ്ങയുടെ നാമം പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സഹനത്തെയും ഞാൻ കൂട്ടിച്ചേർക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ, ശരീരത്തിൻ്റെ രോഗങ്ങൾ, ചർമ്മത്തിൻ്റെ രോഗങ്ങൾ, വിട്ടുമാറാത്ത അസുഖങ്ങൾ, മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, മറ്റ് അനേകം രോഗങ്ങൾ, ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് പേഷ്യൻസ് എല്ലാം കർത്താവെ വിവിധ തരം രോഗങ്ങൾക്ക് അടിമപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. സകല വാതരോഗങ്ങളെ സമർപ്പിക്കുന്നു, രക്തവാതത്തെ സമർപ്പിക്കുന്നു. ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ എല്ലാ രോഗികൾക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവേ, അങ്ങയുടെ തിരുമുറിവുകൾ ഞങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടിയുള്ളതാണ്. ഈശോയെ, അങ്ങയുടെ തല മുതൽ പാദം വരെയുള്ള ഓരോ തിരുമുറിവുകളിൽ കൂടി ഒഴുകിയ തിരുരക്തവും തിരുജലവും ഇപ്പോൾ തന്നെ രോഗികളായ എല്ലാവരുടെയും മേൽ തളിക്കട്ടെ. എല്ലാ രോഗികളുടെ മേൽ തല മുതൽ പാദം വരെ ഈശോയുടെ തിരുരക്തവും ശരീരത്തിൽ നിന്നൊഴുകിയ, ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകിയ തിരുജലവും തിരുരക്തവും കൊണ്ട് ഇപ്പോൾ അവരുടെ മേൽ കഴുകണമേ, അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ തിരുമുറിവുകളാൽ അവർ സൗഖ്യപ്പെടട്ടെ. ഈശോയെ, തല മുതൽ പാദം വരെയുള്ള അങ്ങയുടെ ശരീരത്തിലെ ഓരോ മുറിവുകളിലേക്കും ഞാൻ രോഗികളായ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യവും വിടുതലും നൽകി ഇന്ന് ഈ പ്രഭാതത്തിൽ എല്ലാ രോഗികളെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, രോഗം കാരണം നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മരുന്നോ ലേപന ഔഷധമോ അല്ല ഞങ്ങളുടെ രോഗം സുഖപ്പെടുത്തുന്നത്, എന്നാൽ നിന്റെ വചനമാണ് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത്. വചനമായ യേശു ക്രിസ്തുവേ, എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകി, വിടുതൽ നൽകി, രക്ഷ നൽകി, അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അനേകം രോഗികളെ അവിടുന്ന് കൈതൊട്ട് സുഖപ്പെടുത്തി. അങ്ങയുടെ സന്നിധിയിൽ സൗഖ്യത്തിനു വേണ്ടി വന്ന എല്ലാ കുഷ്ഠരോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തി. അന്ധർക്ക് അവിടുന്ന് കാഴ്ച കൊടുത്തു, ചെകിടർക്ക് കേൾവി ശക്തി കൊടുത്തു, മൂകർക്ക് സംസാരശേഷി നൽകി, തളർവാദ രോഗിയെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് നടത്തി. രക്തസ്രാവക്കാരി സ്ത്രീയെ അവൾക്ക് പരിപൂർണ സൗഖ്യം നൽകി, വിടുതൽ നൽകി. അനേകായിരക്കണക്കിന് പിശാചുക്കൾ കുടിയിരുന്ന ഒരു യുവാവിനെ അവിടുന്ന് സൗഖ്യപ്പെടുത്തി, പിശാചുക്കളെ അവിടുന്ന് ആട്ടിയിറക്കി. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പൊന്നു ദൈവമേ, ഞങ്ങളുടെ യേശു ക്രിസ്തുവേ, അങ്ങയുടെ ഈ സൗഖ്യവും വിടുതലും ഇപ്പോൾ തന്നെ രോഗികളിലേക്ക് അയച്ച് അസാധ്യമായ കാര്യങ്ങളെ അവിടുന്ന് നടത്തി വലിയ സൗഖ്യവും വിടുതലും നൽകി എല്ലാ രോഗികൾക്കും പരിപൂർണ സൗഖ്യം നൽകണമേ. ആ രോഗത്തിൻ്റെ കാരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ദൈവമേ, ഇപ്പോൾ തന്നെ അവിടുത്തെ കരുണ അവരുടെ മേൽ ഒഴുകട്ടെ. എല്ലാ രോഗികൾക്കും പരിപൂർണ സൗഖ്യവും വിടുതലും ലഭിക്കട്ടെ. ഏതെങ്കിലും ശത്രുവിൻ്റെ ദുഷ്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായോ, മന്ത്രവാദങ്ങളുടെയോ കൂടോത്രങ്ങളുടെയോ ആഭിചാര പ്രവർത്തനങ്ങളുടെയോ ഭാഗമായി ആരെങ്കിലും രോഗികളായിട്ടുണ്ട് എങ്കിൽ കർത്താവെ, ഈ സമയം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ഖണ്ഡിക്കുന്നു. എല്ലാ ദുർമന്ത്രവാദങ്ങളുടെയും കെട്ടുകൾ ഇപ്പോൾ അഴിയട്ടെ. എല്ലാ കൂടോത്രങ്ങളുടെയും ആഭിചാര പ്രവർത്തനങ്ങളുടെയും കെട്ടുകൾ അഴിയട്ടെ. ദൈവമേ, ഞങ്ങളുടെ ഈ സഹനം ഏതെങ്കിലും തിന്മയുടെ കാരണമാണ് എങ്കിൽ ഞങ്ങൾക്ക് അനുതാപം നൽകണമേ. കർത്താവെങ്കിലും ദുഷ്ട മന്ത്രവാദങ്ങളുടെയോ ശത്രുദോഷങ്ങളുടെയോ കാരണമാണെങ്കിൽ ദൈവമേ, ഇത് അനേകം പാപികളുടെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി ഈ സഹനം ഞാൻ അങ്ങയുടെ സഹനത്തോട് കൂട്ടിച്ചേർക്കുന്നു. കർത്താവെ, ഈ സഹനങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ കുടുംബത്തിലെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ള പാപികളായ ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പാപികളായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ദൈവിക അനുതാപം നൽകി ഇപ്പോൾ തന്നെ ഈ സഹനം ഏറ്റെടുത്ത് അവരെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ദ്രോഹിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവ് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിനാൽ ഞങ്ങൾ നിർഭയരായി അങ്ങയിൽ ആശ്രയിക്കും.
ഒരു ശത്രുവിനും ഞങ്ങളെ തൊടാൻ കഴിയുകയില്ല. എന്തെന്നാൽ ഞങ്ങൾ യേശുവിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ഞങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന കാണപ്പെട്ടതും മറഞ്ഞിരിക്കുന്നതുമായ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് അത്ഭുതകരമായി ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ ഉപദ്രവിക്കുവാനായി കൂട്ടം കൂടി പതിയിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ. സൗഖ്യവും വിടുതലും രക്ഷയും കർത്താവിൽ നിന്നാണ്. കർത്താവേ, ഞങ്ങളുടെ ശത്രുക്കളുടെ മേൽ നീ കരുണ തോന്നണമേ. ക്രോധത്തോടെ ജനതകളെ തകർത്ത് കളയല്ലേ. ദൈവമേ, ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്ന എല്ലാവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു. ദൈവമേ, കരുണ തോന്നി അവരെ ദൈവിക അനുതാപത്തിന് ഇപ്പോൾ തന്നെ കാരണക്കാരാക്കണമേ, പാത്രരാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങളുടെ പാദങ്ങളെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് ഞങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യം നൽകി, വിടുതൽ നൽകി, രക്ഷ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനായ ഈശോയെ, എല്ലാ രോഗികളുടെയും മേൽ നീ ഇപ്പോൾ കൈകൾ വെച്ച് അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. രോഗികളുള്ള എല്ലാ ഭവനത്തെയും വസ്തുവകകളെയും അവർ കിടക്കുന്ന മുറികളെയും അവർ ഉപയോഗിക്കുന്ന കട്ടിലുകൾ, മറ്റ് സാധനങ്ങളെയെല്ലാം യേശുവിൻ്റെ തിരുരക്തത്താൽ ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. രോഗികളുള്ള എല്ലാ ഭവനത്തെയും ദൈവത്തിൻ്റെ അഗ്നി മതിൽ കൊണ്ട് കർത്താവ് സൂക്ഷിക്കട്ടെ. ശത്രു കടന്നു വരാതെ വണ്ണം എല്ലാ രോഗികളുടെ മേലും കർത്താവിൻ്റെ കരുണ ഒഴുകി അവർക്ക് പൂർണ്ണ ആരോഗ്യം ഇപ്പോൾ തന്നെ ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കാത്തുകൊള്ളണമേ, കേൾക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും, പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഇപ്പോൾ തന്നെ അവരുടെ മേൽ കരുണ ചൊരിഞ്ഞ് അവർക്ക് സൗഖ്യവും വിടുതലും രക്ഷയും നൽകി പൂർണ്ണ ആരോഗ്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും അവരെ നയിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് എല്ലാ രോഗികളെയും ഞാൻ ചേർത്ത് വെക്കുന്നു. കരുണയോടെ അങ്ങയുടെ നീല മേലങ്കിയാൽ ഈ രോഗികളെ പുതപ്പിക്കണമേ, സൗഖ്യം കൊടുക്കണമേ. ആ നീല മേലങ്കിയിൽ നിന്നൊഴുകുന്ന ശക്തിയാൽ അവരുടെ ശരീരത്തിന് പരിപൂർണ സൗഖ്യവും നൽകി, വിടുതൽ നൽകി, ശത്രു തൊടാതെ വണ്ണം മാതാവേ ഞങ്ങളെ സംരക്ഷിക്കണമേ. പിശാചിന്റെ തല തകർക്കാൻ ദൈവത്തിൽ നിന്നും പ്രത്യേക വരം ലഭിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന രോഗത്തിലൂടെയും മറ്റ് പൈശാചിക പീഠകളിലൂടെയും ഞങ്ങളെ ഓരോരുത്തരെ തകർക്കുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ തലയിൽ അവിടുത്തെ പാദം ഉറപ്പിക്കണമേ. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. ഞങ്ങളുടെ അമ്മയായി, കുടുംബത്തിന്റെ റാണിയായി, ഞങ്ങളുടെ സൗഖ്യത്തിന്റെ അമ്മയായി അമ്മ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. ആമേൻ. സകല വിശുദ്ധരെ, ദൈവത്തിന്റെ മാലാഖമാരെ, എല്ലാ രോഗികൾക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിൽ കൂടി എല്ലാ രോഗികളുടെ മേൽ അവിടുത്തെ അത്ഭുത കരം സ്പർശിച്ച് പരിപൂർണ സൗഖ്യവും വിടുതലും ആശ്വാസവും മോചനവും നൽകി, രോഗശാന്തി നൽകി, പൂർണ്ണാരോഗ്യം നൽകി എല്ലാ രോഗികളെയും ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കട്ടെ, സൗഖ്യപ്പെടുത്തട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ രോഗികളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.